എല്ലാവർക്കും നമസ്കാരം. ഇന്ന് തിരുവനന്തപുരത്തെ ആന വളർത്തൽ കേന്ദ്രത്തിലെ ഒരാന പാപ്പാനെ വെള്ളത്തിൽ ചവിട്ടിക്കൊന്നു എന്ന ദുഃഖകരമായൊരു വാർത്തയാണ് നമ്മൾ ഇന്ന് കേട്ടത്. ആ വാർത്ത സോഷ്യൽ മീഡിയയിൽ, പ്രത്യേകിച്ച് ഫേസ്ബുക്കിലും യൂട്യൂബിലുമൊക്കെ എത്തിയപ്പോൾ പല ആൾക്കാരും അതിൻ്റെ താഴെ വളരെ മോശമായ രീതിയിൽ പ്രതികരിക്കുന്നത് കണ്ടു. അതായത് ആന അയാളെ ചവിട്ടിക്കൊന്നത് നന്നായി, ഇനിയും ഇതുപോലത്തെ നല്ല വാർത്തകൾ കേൾക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട്. ശരിക്കും നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ? ഒരാൾ മരണപ്പെട്ട്, വെറും 28 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവാവ് മരണപ്പെട്ട പോസ്റ്റ് വരുമ്പോൾ അതിൻ്റെ താഴെ ഇത്രയ്ക്ക് ദുഷിപ്പാണോ പോസ്റ്റ് നിങ്ങളുടെ കൊണ്ട് കമൻറ്റ് ചെയ്യുന്നത്? ഒരാൾ ആനപ്പാപ്പ്, നിങ്ങളിപ്പോൾ ആനപ്പാപ്പാൻ്റെ ജോലിയുടെ വളരെ പുച്ഛത്തോടെയാണ് നിങ്ങൾ കാണുന്നത്. ഈ ജോലി കൊണ്ട് കുടുംബം പുലർത്തുന്ന എത്രയോ ആൾക്കാരുണ്ടെന്ന് അറിയാമോ? നിങ്ങൾ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ എല്ലാവരും IAS IPS മറ്റേ ഗവൺമെൻറ് ജോലിക്കാരാവണമെന്നില്ല. സാധാരണക്കാർ ചെറിയ ചെറിയ ജോലി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കൂലിവേല ചെയ്യുന്നവരുണ്ട്, ഓട്ടോറിക്ഷ ഓടിക്കുന്നവരുണ്ട്, മൃഗശാല ജോലി ചെയ്യുന്നവരുണ്ട്, ആനപ്പാപ്പാന്മാരാകുന്നതുണ്ട്. അങ്ങനെ പലതരത്തിലും ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അവരെല്ലാം വളരെ മോശമായിട്ട് രീതിയിലാണല്ലോ നിങ്ങൾ കാണുന്നത്. ഇത് തെറ്റായിട്ടുള്ള ഒരു പ്രവണതയാണ്, പറയാതിരിക്കാൻ കഴിയുന്നില്ല. പിന്നെ പലരും കമൻറ്റ് ചെയ്യുന്നുണ്ട്, ഈ ആനകളെ, കാട്ടിൽ കിടക്കുന്ന ആനയൊക്കെ പിടിച്ചുകൊണ്ട് വന്ന് എന്നൊക്കെ പറഞ്ഞിട്ട്. നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ടത്, ഇന്നത്തെ സംഭവം നടന്നത് പൂരപ്പറമ്പിലോ ഉത്സവപ്പറമ്പിലോ അല്ല. ഇത് ഗവൺമെൻറ്റിൻ്റെ ആന വളർത്തൽ കേന്ദ്രത്തിൽ നടന്ന സംഭവമാണ്. അതായത് കേരള വനം വകുപ്പ് പലതരത്തിൽ റെസ്ക്യൂ ചെയ്തിട്ടുള്ള ആനകളെ, പല അപകടങ്ങളിൽ നിന്നും റെസ്ക്യൂ ചെയ്തിട്ടുള്ള ആനകളെയാണ് അവിടെ കൊണ്ട് പാർപ്പിച്ചിട്ടുള്ളത്. ഈ ആനകൾക്ക് നല്ല വിശ്രമവും മരുന്നും എല്ലാവിധ സൗകര്യങ്ങളും അവർ നൽകാറുണ്ട്. അങ്ങനെയുള്ള ഒരു ആനയാണ് ഇന്ന് പാപ്പാനെ ആക്രമിച്ചത്. ഈ ആനകൾക്ക് മതപ്പാട് തുടങ്ങുന്നതിന് മുൻപ്, മുടയുടെ കാലത്ത് ആനകൾ, മതപ്പാട് സമയത്തോ അല്ലെങ്കിൽ മുടയുടെ സമയത്തൊക്കെ ആനകൾ അക്രമകാരികളാവാം. അതൊക്കെ ഇത് ആദ്യമായിട്ട് നടക്കുന്ന സംഭവമൊന്നുമല്ല. അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ നോക്കുന്ന ഒരു ആനയാണ് ഇന്നത്തെ ഈ അപകടം ഉണ്ടാക്കിയത്. ഉടനെ തന്നെ നിങ്ങൾ അതിനെ വേറൊരു രീതിയിലേക്ക് മാറ്റി, പാപ്പാൻ ആനയെ ആക്രമിച്ചത് കൊണ്ടാണ് എന്നൊക്കെ അങ്ങ് മുൻവിധി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും വളരെ സങ്കടകരമായിട്ടുള്ള, മലയാളികൾ, വിവരവും വിദ്യാഭ്യാസമുള്ള മലയാളികൾ തന്നെ ഇങ്ങനെയൊക്കെ മോശമായിട്ട് പെരുമാറുമ്പോൾ വളരെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. ഒരു പക്ഷേ അവൻ ഒരു ദുഷ്ടനൊന്നുമല്ല. നിങ്ങൾക്ക് ഈ പയ്യനെ പറ്റി യാതൊരുവിധ മുൻപരിചയവുമില്ല. അങ്ങനെയുള്ള ഒരാൾ മരിച്ചു എന്നോ, 28 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവാവ് മരിച്ചു എന്നറിയുമ്പോൾ ആ പോസ്റ്റിന് താഴെ പോയിട്ട് നിങ്ങൾ ദുഷിപ്പ് എഴുതുക, മരിച്ചത് നന്നായി, ഇനിയും വരട്ടെ, ഇങ്ങനത്തെ ന്യൂസ് കേൾക്കട്ടെ. എത്ര നീചമായ ചിന്താഗതിയാണ് നിങ്ങളുടേത്.